ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം നമ്മൾ ഇന്ന് ഉള്ള ഈ ഒരു എക്സൈറ്റിംഗ് ട്രാവൽ ജേർണി എന്ന് പറയുന്നത് ഡെൻമാർക്കിൽ നിന്നും സ്വീഡനിലേക്കാണ്. നമ്മൾ പോകുന്നത് ഈ സൈക്കിളിലൊന്നും അല്ല കേട്ടോ, നമ്മൾ ഇവിടുന്ന് ഷിപ്പിലാണ് പോകുന്നത്. ദ ഷോർട്ടസ്റ്റ് ഇൻ്റർനാഷണൽ ഷിപ്പ് ട്രാവലാണ് ഡെൻമാർക്ക് ടു സ്വീഡൻ. Hello guys, welcome to Kuti Trips. അപ്പം നമ്മൾ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നിന്നും ഈ ഹെൽസിംഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരണം. ഇവിടെ വന്നാൽ ആണ് നമുക്ക് ഹെൽസിംഗ്ബോർഗ് വഴി നമ്മൾ സ്വീഡനിലെത്തുന്നത്. അപ്പം ഈ ഹെൽസിംഗർ എന്ന് പറയുന്ന സ്ഥലം ഡെൻമാർക്കിലും ഹെൽസിംഗ്ബോർഗ് എന്ന് പറയുന്നത് സ്വീഡനിലുള്ള സ്ഥലമാണ്. നെയിം ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് ഒരു ലിറ്റിൽ കൺഫ്യൂഷനാണ്. ഈവൻ എനിക്കും പോകുമ്പോൾ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷിപ്പ്. അപ്പോൾ ഈ ഒരു ഷിപ്പാണെങ്കിൽ വലിയൊരു ഷിപ്പാണ്, പക്ഷേ ഇതിനിവിടെ ഫെറി എന്നാണ് പറയുന്നത്. ഈ ഒരു ഫെറി സർവീസിലാണ് നമ്മൾ ഹെൽസിംഗറിൽ നിന്ന് ഹെൽസിംഗ്ബോർഗിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെൻമാർക്കും സ്വീഡനും അടുത്തടുത്ത ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന രണ്ട് കൺട്രികളാണ്. അപ്പം ഇതിൽ നമുക്ക് ട്രെയിൻ വഴിയും സ്വീഡനിലോട്ട് പോകാൻ പറ്റും, ആൻഡ് ഓൾസോ ഈ ഒരു ഫെറി വഴിയും നമുക്ക് സ്വീഡനിലെത്താൻ പറ്റും. അപ്പം നമ്മളൊരു ഫെറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോപ്പൻഹേഗനിൽ നിന്ന് ജസ്റ്റ് ഒരു ട്രെയിൻ ട്രാവലിൽ നമുക്ക് സ്വീഡൻ എത്താൻ പറ്റും. നമ്മൾ ഈ ഒരു ഫെറി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഏറ്റവും ഇൻ്റർനാഷണൽ ഒരു ഷോർട്ടസ്റ്റ് ഇൻ്റർനാഷണൽ സീ റൂട്ട് എന്നാണ്, യൂറോപ്പിലുള്ള ഒരു ഷോർട്ടസ്റ്റ് ഇൻ്റർനാഷണൽ സീ റൂട്ടാണ് ഈ ഒരു ഡെൻമാർക്ക് ടു സ്വീഡൻ. അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളി ഫെറിയിലാണ് വന്നിട്ടുണ്ട്. ഹായ്, ഞാനിപ്പോൾ സ്വീഡനിലെത്തി. ഇതാണ് ഹെൽസിംഗ്ബർഗ്. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഹെൽസിംഗ്ബോൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഹെൽസിംഗ്ബോൺ എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ ഫെറി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു അടിപൊളി ക്രൂസ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്വീഡനിലെത്തിയിട്ടുണ്ട്. But the sunlight hits in so many ways. Grab my shades and hit the streets, no plan. അപ്പം നമ്മൾ ഈ സ്വീഡൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിവിടെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ചാമിങ് സ്ട്രീറ്റ്സ് ആൻഡ് ക്ലാസിക് സ്വീഡിഷ് വൈബായിരുന്നു. ഭയങ്കര കാമും ക്ലീനും കോസി വൈബായിരുന്നു കേട്ടോ ആക്ച്വലി ഇവിടെ. It in my bag. Today's for us, no time to lag. Feel the world just turning slow. സ്വീഡനിലെ ഒരു ചെറിയ സിറ്റിയാണ് ഈ ഹെൽസിംഗ്ബർഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്. കർണൻ ടവർ, സിറ്റി ഹാൾ, വാട്ടർ ഫ്രണ്ട് പ്രൊമഗേറ്റ് എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടുന്ന് മെയിനായിട്ട് ഇപ്പോൾ കർണ ടവറിലോട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മളുള്ളത് കർണ ടവറിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ഒരു സ്വീഡൻ്റെ ഫുൾ സിറ്റീൻ്റെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കർണൻ ടവറിലോട്ടാണ് കേട്ടോ. ഇത് വായിക്കുമ്പോൾ കർണൻ ടവർ എന്നാണെങ്കിലും ഇതിന് ശരിക്കും സ്വീഡിഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നത്
ഷേർണ ടവർ എന്നാണ് അവർ പറഞ്ഞു തന്നത്. സ്റ്റിൽ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ സ്പെല്ലിങ് നമ്മളെ രീതിയിൽ വായിക്കുമ്പോൾ അതിനെ കർണൻ ടവർ എന്നാണ്. നമ്മൾ ആദ്യം നമ്മുടെ കർണനുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോയി. പക്ഷേ ഇതൊന്നുമല്ല, ഇത് ഷേർണ ടവർ അങ്ങനെ എന്തോ ആണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടിക്കറ്റ് എൻട്രി ആണ്. അപ്പോൾ ഈ ഒരു ടവറിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ ഉള്ളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where. ഇത് കിങ്ങിൻ്റെയൊക്കെ ഒരു ഫോർട്ടാണ് കേട്ടോ. ഒത്തിരി പഴക്കമുള്ള ഒരു കിങ്ങിൻ്റെയൊക്കെ ഫോർട്ടാണ്. അവിടെ അതുപോലെ തന്നെ പഴയ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഗെയിംസ് ആയാലും നമ്മൾ യൂഷ്വലി മ്യൂസിയത്തിലൊക്കെ പോയാലുള്ള പോലെയൊക്കെ അവിടെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇത് നല്ല ഒരു ഹൈറ്റിലുള്ളൊരു ടവറാണ് കേട്ടോ. 35 മീറ്റർ ഹൈറ്റിലും വാളിൻ്റെയൊക്കെ തിക്സ് എന്ന് പറയുന്നത് ഒരു 4.5 മീറ്റർ തിക്നെസ് ഒക്കെയുള്ള വാൾസ് ആണ് കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ ഈ സ്പൈറൽ സ്റ്റെയർസ് കയറി മേളിൽ ചെന്നാൽ നമുക്ക് അടിപൊളി ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട്. Echoes through the halls. Feel the world just turning slow. ഈ ടവറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതായിരുന്നു കേട്ടോ. നമ്മൾ ഒരു റൂമിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കയറുന്ന ആ ഒരു സെൻസിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു വീഡിയോ പോലത്തെ ഒരു പ്രൊജക്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോളിൽ ഇതിൻ്റെ ഫുൾ സ്റ്റോറിയും കാണിക്കുവാണ് അവർ. ദ വേ അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്ക് കുറച്ച് ഭാഗം. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old
behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls, while laughter echoes through the halls. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ പ്രസൻറ്റേഷനൊക്കെ കണ്ട് നമ്മൾ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി ബാക്കി മേളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ 35 മീറ്റേഴ്സ് മേളിലോട്ട് സ്പൈറൽ സ്റ്റെയർസ് കയറി ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല അടിപൊളി കാറ്റൊക്കെയുള്ള നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാലും നോക്കുക, അവിടെയുള്ള കുറേ സിറ്റീസ് കാണാൻ പറ്റുന്ന ഒരു നല്ല ഹൈറ്റിലുള്ളൊരു സ്ഥലമായിരുന്നു. ആ ദൂരെ കാണുന്നതാണ് ഡെൻമാർക്ക്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ജസ്റ്റ് ആ ഒരു ഫെറിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ട്രാവലാണ് ഡെൻമാർക്കിൽ നിന്ന് ഈ ഒരു പ്ലേസിലോട്ട് ഉള്ളത്. ഈ ഒരു റൂട്ട് വഴി നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് മറ്റേ ടെലിസ്കോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ കൂടെ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് കുറേ സംഭവങ്ങളും കാസൽസും കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. സോ അതാണ് സ്വീഡിഷ് ഫ്ലാഗ്. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. അപ്പോൾ നമ്മൾ ആ ഒരു ടവറിൻ്റെ വ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ജസ്റ്റ് ഒരു സിറ്റി ടൂർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ബസ് ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിന് വേറൊരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡെൻമാർക്കിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആപ്പല്ല, ഇവിടെ വേറെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി ചുമ്മാ അവിടെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കുകയും വേറെ ഒരു സ്പോട്ടിലോട്ടൊക്കെ നമ്മൾ കുറേ ദൂരം നടന്നൊക്കെ പോവുകയൊക്കെ ഉണ്ടായിട്ടോ. വിശന്നാൽ പിന്നെ കണ്ടു കാണില്ലല്ലോ. നമ്മൾ പിന്നെ അവിടെ ഒരു ഷോപ്പിംഗ് മാർക്കറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് അത്യാവശ്യം കിട്ടി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ഫുഡും കഴിച്ചിട്ട് ബാക്കി ഷോപ്പിങ്ങിനായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. സ്വീഡനിൽ യൂഷ്വലി എല്ലാവരും ഷോപ്പിങ്ങിന് വരുന്ന ഒരു സ്ഥലമാണ് ഫ്രം ഡെൻമാർക്ക്. ബിക്കോസ് ഇവിടെ ഒരു മണി വാല്യൂ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ ലാഭമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ ഇവിടെ കുറച്ച് ചീപ്പറാണ് ദാൻ ഡെൻമാർക്ക്. അപ്പം പിന്നെ എല്ലാവരും ഇവിടെയുള്ളൊരു മോളിലൊക്കെ കയറി അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. But the sunlight hits in so many ways. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. അങ്ങനെ ഒരു ലോങ് സ്വീഡിഷ് ഡേ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈവനിങ് റിട്ടേൺ ഡെൻമാർക്കിലോട്ട് പോവുകയാണ്. നമ്മൾ റിട്ടേൺ തിരിച്ച് ആ സെയിം ഫെറിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു പ്രീ ബുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമല്ല കേട്ടോ. ഈ ഒരു ഫെറി എടുക്കാൻ വേണ്ടി നമുക്ക് അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കയറാം. വേണമെങ്കിൽ നമുക്ക് വൺ സൈഡ് വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലോട്ടുള്ളതും സ്പോട്ടിൽ ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളൊരു ഈവനിങ് ഫെറിയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു
7:30 ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ച് ഫെറി കയറി. ഇതായിരുന്നു കേട്ടോ വ്യൂ. Sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streets. കാര്യം ഇത് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഫെറി ട്രാവൽ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെറി ട്രാവലാണ് കേട്ടോ. വ്യൂ ആണെങ്കിലും നല്ല അടിപൊളി കാറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എനിക്ക് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പിന് ശേഷം. പക്ഷേ ആ ഒരു മൊമെൻറ്റ് അതൊരു ഭയങ്കര വർത്തിയായിട്ടുള്ളൊരു മൊമെൻറ്റും എന്താ പറയുക, ആ ഒരു വർത്തിയായിട്ടുള്ളൊരു ട്രാവലും ആയിരുന്നു എന്തായാലും ഈ ഒരു സ്വീഡൻ ട്രാവൽ ത്രൂ ദിസ് ഹെൽസിംഗർ. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും ഈ വഴിയല്ല, നമ്മൾ വേറൊരു വഴിയാണ് സ്വീഡൻ പോകാൻ വേണ്ടി പ്ലാനുള്ളത് ബൈ ട്രെയിൻ. അപ്പോൾ അത് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. അപ്പം ഇതായിരുന്നു നമ്മുടെ ഫെറി വഴിയുള്ളൊരു ട്രാവൽ എക്സ്പീരിയൻസ്. സോ ഇത് ഫെറി നമ്മൾ തിരിച്ച് ഡെൻമാർക്കിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലം കണ്ടാലൊരു പാലസ് ലുക്ക് ഉണ്ടെങ്കിലും ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി ഹെൽസിംഗർ. അങ്ങോട്ട് വന്നിട്ട് 7-Eleven കയറി അത്യാവശ്യം സ്റ്റൊമക്ക് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്തു. തീറ്റയൊക്കെ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലൊക്കെ ഇരുന്നാവാം എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ഇവിടുന്ന് 2 hours ജേണി ഉണ്ട് റിട്ടേൺ ബാക്ക് ടു ഹോം. അപ്പം നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ട്രാവൽ ചെയ്യുവാണ്. പക്ഷെ ട്രാവലിൻ്റെ ഇടയിൽ നമുക്കൊരു അടിപൊളി പണി കിട്ടി. നൈറ്റ് വരുന്ന വഴിക്ക് ട്രെയിൻ കേടായി ആകെ ഫുള്ള് സീനായി. നമ്മൾ പിന്നെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നൊക്കെ തിരിച്ച് പോയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ട്രെയിൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നു, പക്ഷേ ശരിയായില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ട്രെയിനെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. രാത്രി 11 മണി 12 മണിക്കൊക്കെ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആകെ പെട്ടുപോയി. പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാർ ഒരു ബസ്സെല്ലാം റെഡിയാക്കി നമ്മളൊരു ബസ്സിലാണ് തിരിച്ച് ഫൈനലി വീട്ടിലെത്തിയത്. ഓൾമോസ്റ്റ് 2 o'clock ആയി. നമ്മൾ ബൈ 9 or 10 ഒക്കെ വീട്ടിൽ എത്തേണ്ട ആൾക്കാരാണ്, പക്ഷെ ഒത്തിരി ലേറ്റായി. അപ്പോൾ നമ്മുടെ സ്വീഡൻ ട്രിപ്പ് അടിപൊളിയായിരുന്നുവെങ്കിലും എക്സെപ്റ്റ് ദിസ് പാർട്ട് ടോട്ടലി ട്രിപ്പ് അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയണം. Hope you guys enjoyed watching my vlog. So keep supporting. Like, share, subscribe to my YouTube channel. Bye bye. See you in my next vlog.